സതീശനിസമൊന്നുമില്ല. അതിന് ഞങ്ങൾക്ക് ആർക്കും 10 വർഷമായിട്ട് അധികാരമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് ഇസാ? പിണറായി ഉണ്ട്, കാരണം അധികം 9 കൊല്ലമായിട്ട് മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് എന്ത് ഇസാണ്? ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസവും ഇല്ല. അല്ല, തലമുറകൾ മാറുമ്പോൾ ഒരുപാട് ശൈലിയിൽ മാറ്റം വരുമല്ലോ. നമ്മളതിനെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ തലമുറ മാറുമ്പോൾ അവരുടേതായിട്ടുള്ള ശൈലികൾക്ക് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അദ്ദേഹം ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആകെ 2 ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഇതെല്ലാമായിട്ട് പോലും താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയോടൊപ്പം ഉണ്ടാവും. പാർട്ടിയുടെ കരുത്തായി അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ യുവ നേതാക്കൾ കുറച്ചുകൂടി ഗൗരവത്തോടെ പെരുമാറണം എന്ന് പറഞ്ഞു. ഷാഫി രാഹുലിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അല്ല, തലമുറകൾ മാറുമ്പോൾ ഒരുപാട് ശൈലിയിൽ മാറ്റം വരുമല്ലോ. നമ്മളതിനെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ തലമുറ മാറുമ്പോൾ അവരുടേതായിട്ടുള്ള ശൈലികൾക്ക് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലം, നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ക്രെഡിറ്റ് UDFന് മൊത്തത്തിലുണ്ട്. UDFന് ക്രെഡിറ്റ്. കാരണം UDFൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അവരുടെ കാൻഡിഡേറ്റ് നിൽക്കുന്ന പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഫീൽഡിൽ പോയ ഒരാളാണ്. ഞാൻ ഏറ്റവും അധികം കുടുംബയോഗത്തിലാണ് ഞാൻ പങ്കെടുത്തത്. ഞാൻ പൊതുപരിപാടിയിൽ അധികം ഉണ്ടായിട്ടില്ല. ഞാൻ കുടുംബയോഗത്തിലാണ് പങ്കെടുത്തത്. ആ കുടുംബയോഗങ്ങളിലൊക്കെ തന്നെ 2 പാർട്ടിയുടെയും നേതാക്കന്മാർ നല്ല രീതിയിലാണ് ആ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ധാരാളം സ്ത്രീകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മുന്നണി ഒരു മനസ്സോടെ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മുന്നണി ഒരു മനസ്സോടെ പ്രവർത്തിച്ചു. ഈ തരൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തരൂർ ഇന്നോ ഇന്നലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ തരത്തിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. തരൂരിന് എന്തുകൊണ്ടാണ് തരൂരിനെ ഒന്ന് മയപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തത്? അല്ല, അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കാര്യം ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല. കേരളത്തിൽ അധികമായിട്ട് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇപ്പോൾ പാലക്കാടൊക്കെ എന്നേക്കാൾ ആദ്യം ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഈ വിദേശ അത് കാരണമാണ് നാട്ടിലുണ്ടാവുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗ്യാപ്പ് വരാൻ ഇടയായത്. പക്ഷേ മാത്രമല്ല, മറ്റു പല വിഷയങ്ങളുമുണ്ട്. നേരത്തെ മുതൽ തരൂർ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പല അല്ല, ഇപ്പോഴത്തെ നേതൃത്വമായിട്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളെല്ലാ കാര്യവും അദ്ദേഹമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ കോർപ്പറേഷൻ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ സജഷൻ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ തീരുമാനം എടുക്കുക. ഒരു സംശയമില്ല കാര്യം. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂടുതൽ പറയാനുണ്ട് എന്നാണ് ഇന്നലെയൊക്കെ പറഞ്ഞത്. അത് എന്തായാലും പറയട്ടെ, പറയുമ്പോൾ പറയാം. നമുക്ക് ഒറ്റ കാര്യം കൂടി, സതീശനിസം എന്നൊന്ന് അങ്ങനെയൊന്നുമില്ല. സതീശനിസമൊന്നുമില്ല. അതിന് ഞങ്ങൾക്ക് ആർക്കും 10 വർഷമായിട്ട് അധികാരമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് ഇസാ? പിണറായി ഉണ്ട്, കാരണം അധികം 9 കൊല്ലമായിട്ട് മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് എന്ത് ഇസാണ്? ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസവും ഇല്ല.